സ്ഥലവും പേരൊന്നും പറയുന്നില്ല. 2 പേര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവരാ. ചേട്ടനും അനിയനാ. പറപ്പൂരുകാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പേരും സ്ഥലമൊന്നും പറയുന്നില്ല, കൃത്യസ്ഥലമൊന്നും. ഈ ചേട്ടന്മാർ 2 പേരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരും. 2 പേരും വീട്ടിൽ പോയിട്ട് അതിർത്തി തറക്കുവാണ്. എല്ലാ ദിവസവും തെറിവിളിയാണ്. ചേട്ടനും അനിയനാണ്. അപ്പൻ തന്നിട്ടുള്ള സ്വത്തിൽ എന്തോ കുറവ് വന്നെന്ന് പറഞ്ഞ് 2 പേരും തർക്കുക. അപ്പോൾ ഞാൻ അവിടെ കൊച്ചച്ഛനാണ്, അപ്പോൾ വികാരിച്ചൻ വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അവിടുത്തെ എല്ലാ നാട്ടിലുണ്ടല്ലോ കുറച്ച് പ്രമാണിമാർ, അവിടെയുള്ളവരുടെ കുറ്റം വന്ന് പറയാൻ, അച്ഛന്മാരെ ധരിപ്പിക്കാൻ, അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്നൊക്കെ. അപ്പോൾ വന്നിട്ട് കുറച്ച് 2-3 പേരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് പറയാറുണ്ട്, ഇവരെല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ അച്ഛാ, വീട്ടിൽ പോയിട്ട് എന്നും വഴക്കാണല്ലോ, എന്ത് പരിപാടിയത്, ഇവർ വലിയ ആൾക്കാരായിട്ട് ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ അവർ വീട്ടിൽ തന്നെ അലമ്പാണ്. അപ്പോൾ വികാരിച്ചൻ എന്നെ ഏൽപ്പിച്ചു. അച്ഛൻ്റെ ഒരു ഉത്തരവാദിത്വം ഡെലഗേറ്റായിട്ട് ഞാൻ എന്നിട്ട് ഈ 2 ചേട്ടന്മാരോടും വ്യക്തിപരമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനൊരു ആരോപണം കേൾക്കുന്നുണ്ട്, അതിൽ സത്യമാണെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ വിട്ട് കളയുക. കേൾക്കുന്ന എല്ലാ ആരോപണങ്ങളും ശരിയാകണമെന്നില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ് ആ ചേട്ടൻ പറഞ്ഞത്. അച്ഛാ, ഞങ്ങൾ വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവനെ കൊല്ലാതിരിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ അവനെ കൊല്ലാതിരിക്കുന്നത്, തെറിയമേ അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ്. ഈ കാരുണ്യത്തിൻ്റെ ഉത്സവം ഞാൻ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കൺട്രോൾ പോകുമായിരുന്നു. ഇത്രയൊക്കെ അവൻ കാട്ടിക്കൂട്ടിയിട്ടും അവനോട് ഇത്രയെങ്കിലും ക്ഷമിക്കാൻ, അത് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഇത്രയും നിൽക്കുന്നത്. ഞാൻ ചെയ്യുന്ന പരിശ്രമങ്ങളൊന്നും നാട്ടുകാർ കാണുന്നില്ലല്ലോ, ഞാൻ ചെയ്ത പരാജയങ്ങൾ മാത്രമല്ലേ നാട്ടുകാർ കാണുന്നുള്ളൂ. ഇങ്ങനെ ഒരു പരിശ്രമിക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കണത് എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. എന്താ ഇദ്ദേഹത്തോട് ഇനി മറുപടി പറയാ? ഞാനൊന്നും മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ദേവാലയത്തിലെ സംഘടനയിൽ മെയിൻ ആളായതുകൊണ്ടോ, കൈക്കാരന്മാരായതുകൊണ്ടോ, പള്ളിയിലച്ഛനായതുകൊണ്ടോ ഭക്തിയുണ്ടെന്നർത്ഥമില്ല. ഏറ്റവും വലിയ ഭക്തൻ, ദൈവഭക്തൻ നമ്മുടെ കർത്താവാണല്ലോ. കർത്താവ് ആകെ 3 പ്രാവശ്യം പള്ളിയിൽ പോയിട്ടുള്ളൂ. 1 പരിച്ഛേദനത്തിന്, അത് ഓർമ്മയില്ലാത്ത കാലം. 2 12-ാം വയസ്സിൽ തർക്കിക്കാൻ, തല്ലുകൂടാൻ അച്ഛന്മാരായിട്ട്. 3 ദേവാലയ ശുദ്ധീകരണത്തിന്, അടിപിടി ഉണ്ടാക്കാൻ. ഈ 3 കാര്യത്തിനല്ലാതെ നമ്മുടെ കർത്താവ് പള്ളിയിൽ കയറിയിട്ടില്ല. ആളാണ് നമ്മുടെ മാതൃക. സന്തോഷമായി കുറച്ച് പേർക്കെങ്കിലും. അതിനേക്കാളും ഭേദമാണല്ലോ ഞാൻ. ഈ വർഷം തന്നെ 4-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ വരിക എന്നുള്ളതല്ല, ദേവാലയത്തിൻ്റെ അരൂപിയോടെ കരുണയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈ വിശുദ്ധ കുർബാന നമ്മെ സ്വീകരിക്കുകയാണ്. സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്ത് പിടിക്കുകയാണ് ചെയ്തത്. പിടിക്കാത്തത് വിസർജ്യമായിട്ട് പോകും. പോയില്ലെങ്കിൽ അപകടമാണ്. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണം പോലെയല്ല. സാധാരണ ഭക്ഷണം ശരീരത്തോടാണ് പിടിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാന എന്ന ഭക്ഷണം ശരീരത്തോടല്ല, ശരീരം ഈ ഭക്ഷണത്തോടാണ് ചേരുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ പരമാവധി സമയമായിരിക്കാനായിട്ടൊന്ന് ശ്രമിച്ചുകൂടെ? കൽക്കരിക്കട്ട പോലും തീക്കട്ടയോട് കുറച്ച് സമയം ചേർന്നിരിക്കുമ്പോൾ ആ കൽക്കരിക്കട്ടയ്ക്ക് തീക്കട്ടയുടെ സ്വഭാവം ഉണ്ടാകുന്നത് പോലെ, ഞാൻ എത്ര കറുത്തവരാണെങ്കിലും, എത്ര കുഴപ്പക്കാരനാണെങ്കിലും, എത്ര പാപിയാണെങ്കിലും, വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമായ, ഏറ്റവും വലിയ പ്രതീകമായ വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ആ വിശുദ്ധി ലഭിക്കും. തൂങ്കുഴി പിതാവ് ഞങ്ങൾ അച്ഛന്മാരോട് ധ്യാനിപ്പിക്കുമ്പോൾ പറയണ ഏക കാര്യം, നിങ്ങൾ വലിയ പ്രസംഗമോ ധ്യാനോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ദിവസത്തിൽ 1 മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ വന്നിരുന്ന് ഉറങ്ങിയാലും മതി. വെറുതെ തമ്പുരാന്റെ അടുത്ത് വന്നിരുന്നാൽ മതി. ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം കരുണയുള്ളവരായി പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവിനായി, ഇനി അങ്ങോട്ട് കരുണയുടെ ജീവിതം ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായി, സാധിക്കുന്ന സമയത്തൊക്കെ യൂണിറ്റുകൾക്കൊക്കെ ക്രമം ഇട്ടിട്ടുണ്ട്.
സംഘടനകൾക്കും പ്രായമനുസരിച്ചും ഒക്കെ ക്രമമിട്ടിട്ടുണ്ട്. അത് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ്. മുഴുവൻ സമയവും നമ്മുടെ തമ്പുരാൻ്റെ ആഗ്രഹപ്രകാരം ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കാൻ ഇന്നേ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കരുണ ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിലുള്ളവരോടെങ്കിലും കരുണ കാണിച്ചൂടെ? സ്വന്തം അപ്പനോട്, സ്വന്തം അമ്മയോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തം മക്കളോട്. അതിന് കരുണ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അവരോടെങ്കിലും കരുണ കാണിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഗതികേട് കൊണ്ട് കരുണ കാണിക്കുന്ന കുറേ പേരെ ഞാൻ വീടുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പനെ ഗതികേട് കൊണ്ട് ശുശ്രൂഷിക്കുന്ന മക്കള്. ഒരു സ്നേഹമില്ല. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ അവരോടെങ്കിലും ഒരല്പം കരുണയോടും സ്നേഹത്തോടും കൂടെ പെരുമാറാൻ നമുക്ക് ആരംഭിക്കാം. നമുക്കതിനുള്ള കൃപയ്ക്കായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമുള്ള അപ്പനും അമ്മയും, എൻ്റെ അപ്പനും അമ്മയ്ക്ക്, അപ്പന് 74 വയസ്സ്, അമ്മയ്ക്ക് 67 വയസ്സായി. അവരുടെ കുറവുകളെ ഇനി ഞാൻ തിരുത്താൻ പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ വലിയ പ്രായമുള്ള കാരണവന്മാരെ, അവരെ നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഇനി 74ാമത്തെ വയസ്സിൽ അവരെ മാനസാന്തരപ്പെടുത്തിയിട്ട് അവരുടെ സ്വഭാവ രൂപീകരണം വരുത്തിയിട്ടും എന്താ കാര്യം? അവരുടെ അവസാന കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അവരോട് ഒരല്പം കരുണ കാണിച്ചൂടെ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രായമുള്ള മാതാപിതാക്കന്മാരോട് ഒരു കരുണയും കാണിക്കാതെ വീട്ടിൽ വേലക്കാരി ചെയ്യുന്നതിനേക്കാൾ മോശമായിട്ട് അവരോട് പെരുമാറുകയും ചെയ്തിട്ട് അവസാനം മരിച്ചതിന് ശേഷം കുമ്പസാരിക്കാൻ വരും, അപ്പനോടും അമ്മയോടും വേണ്ടത് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ കുറ്റബോധമാണ് മനസ്സിൽ മുഴുവനും. ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അവരെന്നാ മരിക്കുക നമുക്കറിയില്ലല്ലോ. അവരുടെ ഈ കാലത്തിൻ്റെ, അവരുടെ ജീവിത സായാഹ്നത്തിൽ അവരുടെ കൊച്ചു കൊച്ചു വാശികളോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അവരുടെ ചില നിർബന്ധ ബുദ്ധികളോട് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഒരേ കാര്യം തന്നെ 10 പ്രാവശ്യം പറയും ചിലപ്പോൾ അവരെ. അതൊന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കാനായിട്ടുള്ളൊരു ചെവി ഉണ്ടാകട്ടെ. അവർക്കൊരു സന്തോഷം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോ ഉമ്മ കൊടുക്കാൻ മക്കൾക്ക് സാധിക്കട്ടെ. മരിച്ചിട്ട് പോലും ടവൽ വരിച്ചിട്ടാണ് ഉമ്മ കൊടുക്കുന്നത് കാണാറുള്ളത് മക്കൾ. അവരെത്രയോ മുത്തിയിട്ടാണ് നിങ്ങൾ വളർത്തിയത്. അവരെത്രയോ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ശുശ്രൂഷിച്ചത് ചെറുപ്പകാലത്തിൽ. അതിൻ്റെ പ്രതിനിധി ആയിട്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കാൻ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ വിശ്വസിച്ച് വർഷങ്ങൾക്ക് മുൻപ് അന്യനാട്ടിൽ നിന്ന് വന്ന് നിങ്ങളോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? സ്വന്തമായിട്ട് ഒരു പോക്കറ്റ് മണി പോലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഒരു 10 രൂപയുടെ ആവശ്യം വരുമ്പോൾ എരന്ന് കാല് നീട്ടി കൈ നീട്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേടാണോ നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളത്? കരുണ കാണിക്കണം. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവനോട് കരുണ കാണിക്കാൻ ഒരു ജീവിത പങ്കാളിക്ക് സാധിക്കണം. നമ്മുടെ മക്കളോടും കരുണ കാണിക്കാൻ സാധിക്കണം. അടുത്തുള്ള വീട്ടിലെ അപ്പനും അമ്മയും ഒക്കെ കരുണ കാണിക്കാൻ തുടങ്ങുമ്പോൾ, അടുത്തുള്ള വീട്ടിലെ ചേട്ടനും ചേച്ചിയൊക്കെ മക്കളോട് കരുണ കാണിക്കാൻ തുടങ്ങുമ്പോൾ ഓടിപ്പോകലുകൾ ആരംഭിക്കും. കരുണ വീട്ടിൽ നിന്ന് ആരംഭിക്കട്ടെ. മറ്റാരേക്കാളും കരുണ കാണിക്കുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലുള്ളവരോട് കരുണ കാണിച്ച് അവരോട് സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് പ്രായവ്യത്യാസമില്ല, അതിന് സ്ഥാനവ്യത്യാസമില്ല. ഞാൻ ആരാണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കട്ടെ. ഇന്ന് നിങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് 12 കുഞ്ഞുങ്ങളുടെ കാലുകൾ ഇവിടെ കഴുകുകയാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അഹിതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പുരോഹിതർ നിങ്ങളോട് ചെയ്ത എല്ലാ കാര്യങ്ങളോടും മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ കാല് പിടിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് ഈ ഇടവകയുടെ വികാരിയച്ഛന്മാർ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കൂടെയാണ് വൈദികൻ ഓരോ പെസഹാക്കും നിങ്ങളുടെയൊക്കെ പ്രതിനിധികളുടെ കാല് പിടിച്ച് കഴുകി ചുംബിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് നിങ്ങളും അത് ചെയ്യണം. കുടുംബനാഥന്മാരും നാഥകളും പരസ്പരം കാലുകൾ കഴുകി നിങ്ങളും ഈ കരുണയുടെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.